Okay, next session ഇതാണ് path independence, potential functions and conservative fields. എന്താണ് ഇതൊക്കെ ഈ ടേംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയണേക്ക് മുന്നേ നമ്മളൊരു കാര്യം ലൈൻ ഇന്റഗ്രൽസിൽ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ് ഒരു ഫംഗ്ഷൻ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, ഒരു സ്കെയിലാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ്. If you integrate this function over a curve C in space, if C is a curve in space joining a point say P to another point Q, if you take another curve, another path joining the same points with same endpoints, say another curve, suppose C dash, then if you integrate the same function over these two different paths joining the same points, both are paths from P to Q but they are distinct paths from P to Q, then these line integrals need not be the same എന്ന് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ലൈൻ ഇന്റഗ്രൽസിൽ ആദ്യം ചെയ്ത ഒരു പ്രോബ്ലം, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് ഒറിജിനിൽ നിന്ന് 2 പോയിന്റിലേക്കുള്ള ലൈൻ സെഗ്മെന്റിലാണ് നമ്മൾ ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഓഫ് ലൈൻ ഇന്റഗ്രൽസ് പഠിച്ചതിന് ശേഷം നമ്മൾ ഇതേ ഫംഗ്ഷൻ തന്നെ ഒറിജിനിൽ നിന്ന് 2 to 0 ലൈൻ സെഗ്മെന്റില് അതിനുശേഷം 2 to 0 നിന്ന് 2 to 2 ഇങ്ങനെ ഒരു പാത്തില് C1 യൂണിയൻ C2 ഇന്റഗ്രേറ്റ് ചെയ്തു. C1 യൂണിയൻ C2 എന്ന് പറയുന്നതും ഇസ് എ പാത്ത് ജോയിനിങ് ഒറിജിൻ ടു 2 to 2. വേറൊരു പ്രോബ്ലത്തില് സി എന്നുള്ള പാത്ത് ഒറിജിനിൽ നിന്ന് 2 to 2 ലൈൻ സെഗ്മെന്റിലും ഇതേ ഫംഗ്ഷൻ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഈ രണ്ട് ഇന്റഗ്രലും വേറെയാണ് വാല്യൂ വന്നത്. ഇന്റഗ്രലിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തപ്പം രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ് വന്നത്. സോ അന്ന് നമ്മൾ പറഞ്ഞാണ് ഒരേ ഫംഗ്ഷൻ തന്നെ ഒരു രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു പാത്തില് ഡിഫറെന്റ് പാർട്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് വാല്യൂസ് ആവാൻ വരുന്നത്, അല്ലെങ്കിൽ നീഡ് നോട്ട് ബി ദ സെയിം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ ഇത് ലൈൻ ഇന്റഗ്രൽ തന്നെയാണ് വർക്ക് ഇന്റഗ്രലും. അതായത് വർക്ക് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ ഇന്റഗ്രലിന്റെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം കൂടെ പറയാം. എന്താണ്, ഒരേ ഫംഗ്ഷൻ തന്നെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ നോട്ട് എന്താണ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇഫ് യു ഇന്റഗ്രേറ്റ് ഓവർ C1 ആൻഡ് ഇഫ് യു ഇന്റഗ്രേറ്റ് ഓവർ C2 the same function, same scalar function where C1 and C2 are both paths joining P to Q ആണെങ്കിൽ ഈ ഇന്റഗ്രൽസ് നീഡ് നോട്ട് ബി ദ സെയിം എന്നാണ് ഇപ്പൊ പറഞ്ഞ റിസൾട്ട്. ആൻഡ് യു നോ ദാറ്റ് വർക്ക് ഇന്റഗ്രൽ ഇസ് ഓൾസോ എ ലൈൻ ഇന്റഗ്രൽ. അപ്പോൾ വർക്ക് ഇന്റഗ്രൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം എ പോയിന്റ് പി ടു അനദർ പോയിന്റ് ക്യൂ along a path C1 is given by integral of f dot t ds over C1. Work done by this same force in moving a particle from the point P to the same point Q but along another path C2. That work is integral over C2 f dot t ds. അപ്പോൾ ഇത് രണ്ടും വർക്ക് ഡൺ ബൈ ദ സെയിം ഫോഴ്സ് ആണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് തന്നെയാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മൂവ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ പാത്ത് ഡിഫറെന്റ് ആണ്. എങ്കിൽ ഈ വർക്ക് ഡൺ ബൈ ദ സെയിം ഫോഴ്സ് ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം പി ടു ക്യൂ ഓവർ ടു ഡിഫറെന്റ് പാർട്സ് in space need not be equal by the property of line integral. നമ്മളിപ്പോൾ പറഞ്ഞ നോട്ട് ചെയ്ത ഒരു കാര്യം വെച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, ഈക്വൽ ആവണമെന്നില്ല. പക്ഷേ ഇഫ് ദേ ആർ ഈക്വൽ, ചില ഫോഴ്സസിന്
ഇത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള വർക്ക് ഇൻ്റഗ്രലിനെ, അങ്ങനെയുള്ള ഒരു ലൈൻ ഇൻ്റഗ്രലിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. ഇത് ഈക്വൽ ആണെങ്കിൽ ആ ലൈൻ ഇൻ്റഗ്രലിനെ പറയുന്നതാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ സാധനം പാത്ത് ഇൻഡിപെൻഡൻസ്, അതായത് പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് പറയും. അപ്പൊ എന്താണ് പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ? പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ഇതാണ്, ഇഫ് യു ഹാവ് എ ഡൊമെയിൻ, സപ്പോസ് ഞാൻ ഒരു ഡൊമെയിൻ ഡി എന്ന് പറഞ്ഞിട്ട് സ്പേസിലുള്ള ഒരു ഡൊമെയിൻ ആണെന്ന് വിചാരിക്കാം. ഈ ഡിയിലെ ഏത് 2 പോയിന്റ് എടുത്താലും, പി ക്യൂ എന്ന് പറഞ്ഞ 2 പോയിന്റ് എടുത്താലും, ഇന്റഗ്രൽ of a function over a curve C is the same. അപ്പോൾ ഞാൻ C എന്ന് എഴുതുന്നതിന് പകരം is the same over, അപ്പോൾ ഞാൻ ഈ curve C ന് പകരം ഞാൻ എന്തെന്ന് എഴുതാണ്? curve P to Q എന്ന് എഴുതാണ്. where P to Q over any curve joining P to Q. ഓക്കെ, അപ്പോൾ ഇഫ് സി ഈസ് എനി കർവ്, അപ്പം ഞാനിവിടെ സി എന്ന് എഴുതിയ, ഇവിടെ സി എന്നാണ് ഞാൻ എഴുതണമെങ്കിൽ ദാറ്റ് ഇന്റഗ്രൽ ഇസ് ദ സെയിം ഫോർ എനി കർവ് സി ജോയിനിങ് പി ടു ക്യൂ. ഓക്കെ, അപ്പോൾ അതിന് സി എന്ന് എഴുതുന്നതിനേക്കാളും ആപ്റ്റ് എന്താണ്? ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതാണ്. കാരണം പാത്തിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓൺലി ഓൺ ദി എൻ പോയിന്റ്സ് ആണെങ്കിൽ. ഓക്കെ, then we say that joining P to Q, this is true for every point P and Q in the domain. Then we say that this integral f ds is path independent in the domain D. അപ്പോൾ ഒരു ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ ഡസൻറ്റ് ചേഞ്ച്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദ പാത്ത്, ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ജോയിനിങ് ദി എൻഡ് പോയിന്റ്സ്. വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി പാത്ത്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഏത് പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും, ഈ പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും വേറെ ഈ പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും വേറൊരു പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും ഒക്കെ എന്തായിരിക്കും? ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇഫ് ഇറ്റ്സ് എ path joining the same endpoints, value of the integral will be the same. In that case, we say that integral is path independent. Now, in particular, if that integral is a work integral, so if a work integral is path independent, okay, if a work integral എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? work integral is work done by the force field, integral over C അല്ലെങ്കിൽ integral f dot t ds, work integral. If it is path independent in a domain D in space, then we say that this work integral is path independent. Then we say that capital F is conservative force field. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചു കാണുമായിരിക്കും. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അത് മൂവ് ചെയ്ത് തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ എത്തി. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? വർക്ക് ഡൺ 0 ആയിരിക്കും. ഇൻ ദ കേസ് ഇഫ് ദ ഫോഴ്സ് ഇസ് കൺസർവേറ്റീവ്, അതിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ആണെന്ന് പറയാം. ഒരു പോയിന്റിൽ നിന്ന് അതിലേക്ക് തന്നെ തിരിച്ച് എത്തിയപ്പോൾ വർക്ക് ഡൺ 0 ആണെങ്കിലാണ് നമ്മൾ ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അത് തന്നെയാണ് ഈ ഡെഫിനിഷൻ. കാരണം ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് എന്ന് പറയുന്നത് ഇസ് ഇക്വലന്റ് ടു സേയിങ് ദാറ്റ് ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് കർവ് ഇസ് 0. ഈ എഴുതിയേക്കുന്നതിനോ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ എഴുതിയേക്കുന്ന പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന സാധനം ഇസ് ഇക്വിവാലന്റ് ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇന്റഗ്രൽ ഓവർ എനി ക്ലോസ്ഡ് കർവ് ഇസ് 0.
is equal to 0 for every closed curve in the domain D. അതായത് ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടിയും പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രലിന്റെ ഡെഫിനേഷനും ഒന്ന് തന്നെയാണ്. ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഇപ്പോൾ പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രലിലാണെന്ന് വിചാരിക്കും. പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഫ്രം പി ടു ക്യൂ എഫ് ഡി എസ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്റഗ്രൽ ഓവർ സം C1 C2 രണ്ട് പാത്താണ്. ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡി എസും ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡി എസും. If C1 and C2 are both paths joining P to Q ആണെങ്കിൽ എന്ത് വരും? ഈ ഇന്റഗ്രൽ സെയിം ആയിരിക്കും. അതിനാണ് പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള പാത്താണ് എന്ത്? C1ഉം പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള തന്നെ പാത്താണ് C2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി എങ്ങനെയാണെങ്കിൽ if we assume this is true, suppose the integral is path independent, then to prove closed loop property, consider a closed curve C and consider any 2 points in on the curve C, say A and B on the curve C. Then you can say that since ഇതിന്റെ ഒരു പാർട്ടിനെ ഞാൻ C1 എന്നും ഒരു പാർട്ടിനെ ഞാൻ C2 എന്നും വിളിച്ചാൽ, അപ്പൊ ഈ കർവ് C എന്ന് പറയുന്നത് ഇപ്പൊ ഒരേ ഡിറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള പാത്താണ് C1, ബിയിൽ നിന്ന് എയിലേക്കുള്ള പാത്തല്ല, എയിൽ നിന്ന് ബിയിലേക്ക് തന്നെയുള്ള പാത്താണ് C2. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്കുള്ള പാത്ത് എനിക്ക് -C2 എന്ന് എഴുതണം. അപ്പൊ നമ്മുടെ ക്ലോസ്ഡ് കർവ് C എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ, if C is a closed curve in the domain D, let consider 2 points A and B on the curve C. Then you can see that C എന്ന് പറയുന്നത് C1 union -C2 ആണ്, where C1 and C2 are both paths from A to B. അങ്ങനെയാണെങ്കിൽ by path independent integral, since it's the path independent integral, you can say that this integral over C1 is same as integral over C2. So integral over C FDS by additivity property, this is equal to integral over C1 plus integral over -C2, and that is equal to integral over C1 minus അല്ലെങ്കിൽ integral over C2 ds ഇങ്ങനെ എഴുതാം. ഇനി ഇത് രണ്ടും സെയിം ആണെങ്കിൽ, പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്. സോ ഈ ഇന്റഗ്രലിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 വരും. സോ ദാറ്റ് ഇസ് ദി ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി. ഇഫ് C is a closed curve, you can prove that this is true. And if you assume this, ഇത് തിരിച്ചു പ്രൂവ് ചെയ്യാം. Suppose this is true, you can prove this. എങ്ങനെ? ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി അസ്യൂം ചെയ്യാം. അതായത് കോൺവേഴ്സ്ലി suppose that integral over any closed curve is 0. ഇത് 0 ആണെന്ന് വിചാരിക്കാം for every closed curve in D. Then to prove നമ്മുടെ പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ, suppose C1 and C2 are 2 paths. C1 ഉം C2 രണ്ട് പാത്താന്ന് വിചാരിക്കുക, എയിൽ നിന്ന് ബിയിലേക്കുള്ള. അപ്പോൾ let A and B be 2 points in D such that C1 എന്ന് പറയുന്നതും C2 എന്ന് പറയുന്നതും are paths from A to B. Then you can see that C1 ഉം C2 ഉം എയിൽ നിന്ന് ബിയിലേക്കുള്ള പാത്താണെങ്കിൽ C is equal to C1 union minus C2 is a closed path. From A to A itself. So by closed loop property, this integral is 0. That means integral over C1 union minus C2 is 0. That means integral over C1 plus integral over minus C2 is 0. That means integral over C1 FDS minus integral over C2 FDS is 0. That means the integral is path independent. Integral over C1 is the same as integral over C2.
അതുകൊണ്ട് ഇത് രണ്ടും ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതും പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇനി ഇത് തന്നെ വർക്ക് ഇന്റഗ്രലിന്റെ കേസിൽ ഇഫ് ദ വർക്ക് ഇന്റഗ്രൽ സാറ്റിസ്ഫൈസ് ക്ലോസ്ഡ് ലൂപ്പ് പ്രോപ്പർട്ടി ഓർ ഇഫ് ഇറ്റ് ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ് ദെൻ ദാറ്റ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ഇന്റഗ്രൽ അല്ല ആ ഫോഴ്സിന് പറയുന്നതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് ആവാനായിട്ടുള്ള ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആവാനായിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ദർ ഇസ് എ തിയറം. അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പ്രൂഫ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ ഒരു സൈഡ് പ്രൂഫ് ഭയങ്കര എളുപ്പമാണ്, അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മറ്റേ സൈഡ് പ്രൂഫ് ഇത്രയും ലെങ്തി പ്രൂഫാണ്, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫണ്ടമെന്റൽ തിയറം ഓഫ് line integrals that gives the necessary and sufficient condition for a force to be conservative or necessary and sufficient condition for a work integral to be path independent. Theorem പറയുന്നത് ഇങ്ങനെയാണ്: if capital F is a vector field, whose components are continuous throughout an open connected region D, then there exists a differentiable function small f. There exists a differentiable function small f such that small f എന്താണ് scalar function ആണ് which is differentiable if and only if this capital F is conservative. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം: if capital F is a vector, let എന്ന് തുടങ്ങാം അല്ലേ, let capital F is a vector field over an open connected region D, then capital F is conservative if and only if there exists a scalar function which is differentiable such that capital F is equal to del F. എന്താണ് തിയറം? മനസ്സിലായോ എന്നറിയില്ല, ഒന്നും കൂടെ പറയാം. ഒരു ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ F is conservative if and only if capital F is equal to gradient field of some scalar function. എന്താ പറഞ്ഞേ? ഒരു ഫോഴ്സ് ഫീൽഡ് സ്കെയിലർ ഫംഗ്ഷൻ, ഒരു ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്കെയിലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കണം. തിരിച്ച് ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് എ സ്കെയിലർ ഫംഗ്ഷൻ എപ്പോഴും കൺസർവേറ്റീവ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ തിയറം. A force is conservative if and only if it is the gradient field of a scalar function. അപ്പോൾ ഇതിൽ ഒരു സൈഡ് വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഏതൊരു സ്കെയിലർ ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് എടുക്കുക. സപ്പോസ് ക്യാപിറ്റൽ F is equal to del of a scalar function. Suppose capital F is equal to del of some scalar function എന്ന് വിചാരിക്കും. What is del F? Del F എന്ന് പറഞ്ഞാൽ dou F by dou xi plus dou F by dou yj plus dou F by dou zk. If this is ഇങ്ങനെ ഒരു സ്കെയിലർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ F എന്ന് പറയുന്നത് ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് ആണെങ്കിൽ, നമുക്കറിയാം എന്താണ് ഇന്റഗ്രൽ ഓവർ സി ക്യാപിറ്റൽ F ഡോട്ട് ടി ഡി എസ് അല്ലെങ്കിൽ F ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡി ടി ഒന്നും എഴുതാണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് F ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. ഷോർട്ടായിട്ട് എഴുതാണ്, ഡി ആർ എന്നല്ല എഴുതേണ്ടിയിരുന്നത്, എന്നാലും ഞാൻ ഇങ്ങനെ എഴുതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാണെങ്കിൽ വാട്ട് ഇസ് ക്യാപിറ്റൽ F? ക്യാപിറ്റൽ F ഇസ് del F ആണെങ്കിൽ ഇറ്റ് ഇസ് del F ഡോട്ട് ഡി ആർ. del F ഡോട്ട് ഡി ആർ എഴുതി കഴിഞ്ഞാൽ you will get
integral over C. What is del F? Del F is dou F by dou X I plus dou F by dou Y J plus dou F by dou Z K dot dr, which is dxi plus dy j plus dzk, where r is the parametric vector equation of the curve C, and this is a derivative dr. So when you take the dot product, you will get integral over C dou f by dou x dx plus dou f by dou y dy plus dou f by dou z dz. And you know that ഇത് എവിടെയെങ്കിലും കണ്ടുണ്ടോ ഒരു 3 വേരിയബിൾ ഫംഗ്ഷന്റെ എന്താണിത് dou f by dou x dx plus dou f by dou y dy plus dou f by dou y dou z dz എന്ന് പറയുന്നത് ആക്ച്വലി എഫിന്റെ ഡിഫറൻഷ്യൽ ആണ് അല്ലെ. എഫിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് ഡി എഫ് എന്ന് പറയുന്നതാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചെയിൻ റൂളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എഫ് എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും ഫംഗ്ഷൻസ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് ഇപ്പൊ ഡി എഫ് ബൈ ഡി ടി എന്നാണെങ്കിൽ അങ്ങനെ. Suppose f is a function of x, y and z, and x, y, z okay t യുടെ functions ആണെങ്കിൽ we can find actually f is a function of t അല്ലേ. Then we can find suppose ഇതെല്ലാം t ന്റെ function ആണെങ്കിൽ you can write derivative of f with respect to t as chain rule വെച്ചിട്ട് derivative of f with respect to x ചെയ്തിട്ട് x ന്റെ derivative with respect to t ചെയ്യുന്നു plus derivative of f with respect to y into derivative of y with respect to t plus derivative of f with respect to z into derivative of z with respect to t. Or you can write a parameter t independent variable ഏതാന്ന് സ്പെസിഫൈ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസഡ്. That is written here. It is nothing but the derivative of f df. So when you integrate f integrate the derivative of f, when since by fundamental theorem of calculus integration is the antiderivative, integral is the antiderivative. So when you differentiate and then integrate, you will get f itself. Okay, you will get f itself. So if c is a over c integrate ചെയ്യുമ്പോൾ if c is a path from some a to b, some point a to some point b, this value of this integral will be f within the limits a to b, and that will be some. So for example, in that case we can write this is equal to f of b minus f of a. Okay, ഇത് ഇവാലുവേറ്റ് ചെയ്യണേ മുന്നേ തന്നെ നമുക്ക് പറയാം if this is true, അതായത് if capital F is a gradient field of a scalar function, then this work integral എന്ന് പറയുന്നത് ആ സീനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് എഫ് ആയിരിക്കും. സീനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെയോ അതിൻ്റെ എൻ പോയിന്റ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ഏത് curve from a to b യിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇതേ വാല്യൂ തന്നെയാണ് വരിക. If c is any curve joining a point a in the space to another point b in space, this work integral will be the same. Okay, so one side is proved here, അതായത് തിരിച്ച് അല്ലെ. if capital F is del F, we have proved capital F is conservative, അതായത് gradient field of a scalar function ആണെങ്കിൽ അത് കൺസർവേറ്റീവ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്തു നമ്മളിപ്പോൾ. അത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ തിയറം പറയുന്നത് തിരിച്ചും കൂടി ട്രൂ ആണ്. തിയറം എന്താ പറയണേ, ദിസ് കണ്ടീഷൻ ഇസ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ്, അതായത് കൺസർവേറ്റീവ് ആയിരിക്കും. ക്യാപിറ്റൽ എഫ് ഗ്രേഡിയന്റ് ഫീൽഡ് ആണെങ്കിൽ കൺസർവേറ്റീവ് ആയിരിക്കും എന്ന് മാത്രമല്ല, ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ അത് ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് ആയേ മതിയാവൂ. ദാറ്റ് ഇസ് വാട്ട് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ സേ. A force is conservative if and only if it is the gradient field of a scalar function. Okay, ഇനി ആ സ്കേലാർ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഈ ഫോഴ്സ് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. എന്താണ്
അപ്പോൾ നമ്മളുടെ ഹെഡിങ്ങിൽ ഓർക്കേണ്ടല്ലോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പാത്ത് ഇൻഡിപെൻഡൻസ്, പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്സ്. വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചെഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പാത്ത് ഇൻഡിപെൻഡൻസ്, കൺസർവേറ്റീവ് ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഫങ്ഷൻ. അതായത് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തേ. എന്താണ് പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ? ഇഫ് എ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കർവ് സി ബട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി end points of the curve C, okay, then we say that that integral is path independent. So a line integral is path independent in a domain D if integral over C f ds is the same for any curve joining 2 points P and Q in D. If this is true for all pair of points in the domain D, we say that that integral line integral is path independent in the domain D. And in particular, if a work integral is path independent in a domain, we say that that corresponding force field is conservative in that domain D. That is, work integral force field capital F is said to be conservative force field if the work integral over C f dot t ds is independent of the path in the domain D, path, but it depends only on the endpoints. Okay, so work done by the force is conservative, means the work done by the force in moving a particle from a point A to another point B is independent of the path of displacement. It depends only on the endpoints A and B. Then we say that the force field is conservative. Now we have a theorem. A force field is conservative if and only if it is the gradient field of a scalar function. And we have already proved if capital F is equal to del f for some scalar function small f, then it is easy to prove that force field is conservative and the work integral is path independent. The theorem says the converse is also true. Conservative ആണെങ്കിൽ we can prove that there exists such a scalar function, and that scalar function is called the potential function of capital F. അപ്പോൾ എന്താണ് potential function? Potential function definition എനിക്ക് ഇങ്ങനെ പറയാം. If capital F is a conservative force field, then this capital F is equal to the gradient of some scalar function. Capital F is equal to gradient of some scalar function. This scalar function small f is called the potential function for capital F. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് വരുന്നത് ഒരു ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ കൺസർവേറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുണ്ട്. ആൻഡ് ഇതിനോട് ഇക്വലൻ്റ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ വരുന്ന ഒരു കൺസെപ്റ്റ്, ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റ്, അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റഗ്രലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, അതുപോലെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലൈൻ ഇൻ്റഗ്രൽ if it is independent of the path but depends only on the endpoints of that path, then we say that that line integral is path independent. ഇനി ഒരു വർക്ക് ഇൻ്റഗ്രൽ, ദാറ്റ് ഇസ് ഓൾസോ എ ലൈൻ ഇൻ്റഗ്രൽ, ഒരു വർക്ക് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ then we say that force field, the corresponding force field, if a work integral f dot dr is independent of path independent angle, then the corresponding force field capital F is said to be conservative force field. Okay, then we have discussed a theorem. ആ തിയറം പറഞ്ഞതാണ് ഒരു
capital F nalla force field conservative ആവണമെങ്കിൽ അല്ലെങ്കിൽ integral f dot dr path independent ആവണമെങ്കിൽ if and only if capital F is a gradient field of some scalar function, and in that case the value of the integral is equal to f of b, small f of b minus small f of a, where a and b are the endpoints of the path. ഇങ്ങനത്തെ സ്മോൾ എഫിനെയാണ് ക്യാപിറ്റൽ എഫിന്റെ എന്ത് പറയുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. If capital F is conservative, then capital F is the gradient field of a scalar function small f. This scalar function small f is known as the potential function for capital F. So that is the theorem. This theorem is known as the fundamental theorem of line integrals. It states that if capital F is a vector field whose components are, if capital F is mi plus nj plus pk, m, n and p are scalar functions of the variables x, y and z. These functions, scalar functions of three variables, they are continuous. If they are continuous throughout the region D, this region D is an open region, and it is connected also. It's not disconnected as two parts. It is a single connected region, and it is open to. Then the theorem states that there exists a differentiable function small f, differentiable function small f, such that capital F is the gradient of small f if and only if, implies and implied by for all points a and b in D, എയും ബിയും സ്പേസിലെ പോയിന്റ്സ് ആണ് ഡിയിലെ. അപ്പോൾ എയും ബിയും രണ്ട് ട്രിപ്ലെറ്റ്സ് ആയിരിക്കും, x1 y1 z1 and b is some x2 y2 z2. Then the value of the work done in moving a particle from the point A to some other point B, but I have not written integral over C because that integral is path independent. It does not depend on the path joining A and B. It depends only on the endpoints A and B. Is independent of the path from A to B in D. I can write C here, but that C is a path from A to B, then that integral is independent of the curve C. It depends only on the path C from A to B, and the value of the integral is given by f of b minus f of a, where this f is the potential function small f. So the value depends only on the endpoints. You need not integrate to get the work done. You can just have the value by this difference f of b minus f of a, provided if you know the potential function for the capital F. So this is the fundamental theorem for line integrals. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലൈൻ ഇൻ്റഗ്രൽ എഫ് എന്നോ എന്തെങ്കിലും ഞാൻ എഴുതുകയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡി എസ് or integral GDS, say I can write integral GDS is path independent. Path independent means integral GDS, the value of the integral depends not on the curve C, but only on the endpoints of C, endpoints of the curve C. Okay, now if a work integral is path independent, then we say that a work integral over C f dot dr is path independent. Then we say that this capital F, force field capital F is conservative, and if it is conservative by fundamental theorem of line integrals, if and only if it is the gradient field of some scalar function for some scalar function small f. This scalar function is called
potential function for capital F. I can write it here. This small f is called the potential function for capital F. Okay, and if capital F is say mi plus nj plus pk, capital F, this is equal to del f dou f by dou x I plus dou f by dou y j plus dou f by dou zk, where capital F is mi plus nj plus pk. And this is true if and only if capital M is equal to dou f by dou x, capital N is equal to dou f by dou y, and capital P is equal to dou f by dou z for some small f, for some small f. ഇനി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് നോട്ട് ഫൈൻഡ് ഔട്ട് സ്മോൾ എഫ്, ബട്ട് ഇറ്റ് ഈസ് ഇനഫ് ടു ചെക്ക് ദ കണ്ടീഷൻ ദാറ്റ് എമ്മിനെ, ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ, രണ്ടെണ്ണം വീതം എടുക്കുന്നു, എമ്മും എന്നും. എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫിന്റെ എക്സ് കമ്പോണന്റ് ആണ്, ഇത് വൈ കമ്പോണന്റ്. അപ്പൊ എക്സ് കമ്പോണന്റിനെ വൈ കൊണ്ടും വൈ കമ്പോണന്റിനെ എക്സ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഈക്വൽ ആണോ നോക്കണം. പിന്നെയോ ആക്ച്വലി ഇത് രണ്ടും if there exists a small f such that m is equal to dou f by dou x and n is equal to dou f by dou y, when you differentiate m with respect to y, m y എന്ന് പറയുന്നതും n x എന്ന് പറയുന്നത് എന്തായിരിക്കും, f x y ആയിരിക്കും, dou square f by dou x dou y ആയിരിക്കും. And they will be equal since by the condition the component functions of capital F are continuous throughout the region D. Okay, so this is true. And m ഉം p യും എടുത്താലോ ഇതിനെ z കൊണ്ടും p നെ x കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കണം. ആൻഡ് n ഉം p യും ആണ് എടുക്കണമെങ്കിൽ n ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z ഉം p ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y യും സെയിം ആയിരിക്കണം. അപ്പൊ ഈ ടെസ്റ്റിനെ പറയുന്ന പേരാണ് കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കമ്പോണന്റ് ടെസ്റ്റ് ആണ് ഇത്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ദി കമ്പോണന്റ് ടെസ്റ്റ്. ഓക്കെ, കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോണത് ഇങ്ങനെ ഒരു ഫോഴ്സ് ഫീൽഡ് വന്നിട്ട് അത് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് എന്താണ്, ഇതാണ് ടെസ്റ്റ്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എഫിന്റെ ആദ്യമേ തന്നെ എമ്മും എന്നും പിയും ഐ ജെ കെ കമ്പോണൻസ് എഴുതുന്നു. എന്നിട്ട് ഈ രണ്ടെണ്ണം വീതം എടുത്തിട്ട് നമ്മളിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം കേട്ടോ. എമ്മും എന്നും എടുത്താൽ എമ്മിനെ എം എന്നുള്ള എക്സ് കമ്പോണന്റ്, എൻ എന്നുള്ള എഫിന്റെ വൈ കമ്പോണന്റ്, എക്സ് കമ്പോണന്റിനെ വൈ കൊണ്ടും വൈ കമ്പോണന്റിനെ എക്സ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ആണോ നോക്കുന്നു. അങ്ങനെ ഈ രണ്ടെണ്ണം. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. എന്താണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്? അപ്പൊ നമ്മൾ ഈ സെഷനിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെക്ക് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, ആദ്യത്തെ ടൈപ്പ് 1 നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ എന്താണ്, check whether the force field is conservative. The following fields are conservative or not. Aditya question. First one, capital F is equal to 2x minus 3i minus zj plus cos zk. Okay, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ ആണെന്ന് വിചാരിക്കാം. ഓക്കെ,
So here what is m? Here m is 2x minus 3. What is n? n is minus z. What is p? p is cos z. ഇനി എന്ത് ചെയ്യണം? എമ്മിനെ എക്സ് കൊണ്ടും സോറി എം എക്സ് കമ്പോണന്റ് അല്ലേ, എക്സ് കമ്പോണന്റിനെ വൈ കൊണ്ടും ഇസെറ്റ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻസ് തന്നെ ചെയ്യണം. അതായത് രണ്ടെണ്ണം വീതം എടുക്കുന്നു. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എമ്മും എന്നും എടുക്കുന്നു. എമ്മിനെ എക്സ് വൈ കൊണ്ടും എന്നിനെ എക്സ്. അതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഈ എമ്മിനെ തന്നെ നമുക്ക് അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരില്ല. പിന്നെ എന്തുകൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും? വൈ കൊണ്ട് ചെയ്യേണ്ടി വരും, ഇസെറ്റ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഡോ എം ബൈ ഡോ വൈ എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാട്ടോ. എം വൈ എന്ന് പറഞ്ഞാൽ തന്നെയാണ്. എന്ത് ചെയ്യണം? എമ്മിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എമ്മിനെ ഇസെറ്റ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്നിനെയോ? എന്നിനെ നമ്മൾ വൈ കൊണ്ട് ചെയ്യേണ്ട, വൈ കമ്പോണന്റിനെ ബാക്കി രണ്ട് വേരിയബിൾസ് കൊണ്ടിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇസെറ്റ് കമ്പോണന്റിനെ അതുപോലെ തന്നെ എക്സ് കൊണ്ടും വൈ കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ വരും? എമ്മിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, ഇസെറ്റ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, എന്നിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, ഇസെറ്റ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ -1. മൈനസ് ഇസെറ്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസെറ്റ് ഇസ് -1. കോസ് ഇസെറ്റിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലും 0, വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലും 0. കോസ് ഇസെറ്റ് അല്ലേ, എക്സും ഇല്ല വൈയും ഇല്ല. അപ്പൊ ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എമ്മിനെ എന്നിനെയും കൂടെ ചെക്ക് ചെയ്യാം. എമ്മിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും എന്നിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും എന്താണ്? എമ്മിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് 0 ആണ്. എന്നിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴും 0 ആണ്. സോ ദേ ആർ ദ സെയിം. ഓക്കെ, ഇനി അടുത്തത് എമ്മും പിയും എടുത്തിട്ട് എമ്മിനെ ഇസെഡ് കൊണ്ടും പിനെ എക്സ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തത് സെയിം ആണോ നോക്കിക്കേ. ഞാൻ വേറൊരു കളറിൽ എഴുതാം. ഗ്രീൻ കളറിൽ ഇതാണ്. എമ്മിനെ ഇസെഡ് കൊണ്ട് 0 ആണ്. എമ്മിനെ ഇസെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 0 ആണ്. പിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴും 0 ആണ്. ദേ ആർ ഓൾസോ ദ സെയിം. സോ ദേ ആർ ഈക്വൽ. അടുത്തത് എന്നും പിയും. എന്നിനെ ഇസെഡ് കൊണ്ടും പിനെ വൈ കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സെയിം ആണോ നോക്കൂ. എന്നിനെ ഇസെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ -1 ആണ്. പിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 0 ആണ്. സെയിം ആണോ? സെയിം ആണോ? അല്ല. അപ്പൊ കൺസർവേറ്റീവ് ആണോ? ഒരു കണ്ടീഷൻ തെറ്റിപ്പോയില്ലേ? ആദ്യമേ തെറ്റിയായിരുന്നെങ്കിൽ ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സോ this will imply capital F is not conservative. കൺസർവേറ്റീവ് അല്ല. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, ഇങ്ങനെ ചെയ്യേണ്ടിയൊന്നും വരില്ല. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നെ പെട്ടെന്ന് പറയാൻ പറ്റും. ചില പ്രോബ്ലംസിന് കേട്ടോ. ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്യണില്ല. ഞാൻ ഈ പ്രോബ്ലം നമ്മൾ പറഞ്ഞ കമ്പോണന്റ് ടെസ്റ്റ് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോണത്. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് തന്നെ കേട്ടോ. ചെക്ക് വെദർ ദ ഫോളോയിങ് ഫീൽഡ്സ് ആർ കൺസർവേറ്റീവ് ഓർ നോട്ട്. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു 2xi plus 3yj plus 4zk. ഓക്കെ, എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ക്യാപിറ്റൽ എമ്മും എന്നൊക്കെ എഴുതണം. സോ ലെറ്റ് ക്യാപിറ്റൽ എഫ് ബി mi plus nj plus pk. Then here what is m? M is 2x, n is 3y and p is 4z. Now we differentiate m with respect to y, it is 0. M with respect to z, it is 0 again. Differentiate n with respect to x, it is 0. Differentiate n with respect to z, again 0. Differentiate p with respect to x, it is 0.
differentiate p with respect to y, it is also 0. Everything is 0. അപ്പോൾ നമുക്ക് നമ്മൾ പറയാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ, പെട്ടെന്ന് തന്നെ എഴുതാൻ എല്ലാം 0 ആണല്ലോ, പിന്നെ എല്ലാം ഈക്വൽ തന്നെ ആയിരിക്കും. ഡോ എന്ന് എഴുതിയിട്ടില്ലല്ലോ. സോ m with respect to y is same as n with respect to x. എമ്മും പിയും കൂടിയാണ് എടുക്കണമെങ്കിൽ എമ്മിനെ ഇസഡ് കൊണ്ടും പിനെ എക്സ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താലും 0 ആണ്. എന്നും പിയും കൂടിയാണ് എടുക്കണമെങ്കിൽ എന്നിനെ ഇസഡ് കൊണ്ടും പിനെ വൈ കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താലും സെയിം ആണ്. Therefore, capital F is conservative. Okay. വളരെ എളുപ്പത്തിൽ കമ്പോണന്റ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണോ എന്ന് മാത്രം ടെസ്റ്റ് ചെയ്യാനാണ് പറയണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അത് ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ ഈ സെഷനിൽ ആദ്യം വന്ന പ്രോബ്ലംസ് ജസ്റ്റ് കൺസർവേറ്റീവ് ആണോ എന്ന്, ഒരു ഫോഴ്സ് ഫീൽഡ് വന്നിട്ട് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. അത് നമ്മൾ ഈ കമ്പോണന്റ് ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യും. ഈ കണ്ടീഷൻസ് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ആവും. ഇത് 3 സാറ്റിസ്ഫൈ, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ കൺസർവേറ്റീവ് അല്ല. ഇനി വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരാവുന്നത് കൺസർവേറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ക്യാപിറ്റൽ എഫ് തന്നിട്ടുണ്ട്, എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ എഫ് തന്നിട്ടുണ്ട്. നമ്മൾ കമ്പോണന്റ് ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന് കിട്ടി. ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. സപ്പോസ് ഇറ്റ് ഇസ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് തിയറം പറയുന്നുണ്ട്. ദെൻ ഇങ്ങനെയാണെങ്കിൽ if this is true, then capital F is this gradient field of some scalar function. അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് by fundamental theorem of line integrals. Okay. അങ്ങനെയാണെങ്കിൽ capital F is equal to mi plus nj plus pk, which is del f. Del f is dou f by dou xi plus dou f by dou yj plus dou f by dou z k. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? dou f by dou x m ആവണം, dou f by dou y n ആവണം, dou f by dou z എന്താവണം? p ആവണം. ഓക്കെ, ഇങ്ങനെ 3 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എഫ് കണ്ടുപിടിക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താലാണ് അല്ലെ ഡിഫറൻഷ്യൽ മാറി കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് 3 ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ടാമത്തെ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. കാരണം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈനെ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് കിട്ടും. പക്ഷെ എഫ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ 3 ഇക്വേഷൻ വേണ്ടി വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ you will get the terms in f to get containing the variable x. അതേസമയം y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് y-ലുള്ള f-ലുള്ള y-ന്റെ ടേംസ് കിട്ടും. അതുപോലെ ഇസഡ് കൊണ്ട് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്, ഈ മൂന്നാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇസഡ് കൊണ്ട് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എഫിലെ എല്ലാ ടേംസും കിട്ടില്ല, ഇസഡിന്റെ ടേംസ് കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. സപ്പോസ് നിങ്ങളുടെ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ് എഫ് എന്ന് വിചാരിക്കും. എഫ് എന്നുള്ള ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ. ഈ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനെ സപ്പോസ് y is equal to f of x നിങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ f of x is equal to, ഞാൻ ഈ ഫംഗ്ഷന്റെ y is a സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഡെറിവേറ്റീവ് പറയാണ്, dy by dx is equal to എന്തെങ്കിലും ഒരു വാല്യൂ പറയാണ്. സപ്പോസ് ഞാൻ 1 എന്ന് പറഞ്ഞു, dy by dx equal to 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് y കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ f കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താണ് f എന്ന് പറയാ? എഫ് എന്ന് പറഞ്ഞാൽ എന്താവും? എക്സ് ആണെന്ന് കിട്ടും അല്ലെ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താന്ന് കിട്ടാൻ പോണേ? ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്തായിരിക്കും?
ലെഫ്റ്റ് സൈഡിൽ y കിട്ടി, റൈറ്റ് സൈഡിൽ 1ന്റെ ഇന്റഗ്രൽ x ആണ്. എക്സ് മാത്രമല്ലല്ലോ, എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞാൽ y എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെറിവേറ്റീവ് 1 വരണമെങ്കിൽ എക്സിന്റെ ടേം ഉണ്ടാവണം അല്ലേ. എക്സ് ആവാം, എക്സ് പ്ലസ് 1 ആണെങ്കിലും ഡെറിവേറ്റീവ് 1 ആണ്, എക്സ് പ്ലസ് 2 ആണെങ്കിലും ഡെറിവേറ്റീവ് 1 ആണ്, എക്സ് പ്ലസ് എനിത്തിങ് ഡെറിവേറ്റീവ് 1 തന്നെയാണ്. അപ്പൊ എക്സ് പ്ലസ് സം കോൺസ്റ്റന്റ് ആണ് y എന്ന് മനസ്സിലാവും. ഇനി സപ്പോസ് ഈ എഫ് എന്ന് പറയുന്നത് ഒരു 2 വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള കേസിൽ ഞാൻ ഡെറിവേറ്റീവ് പറയുമ്പോൾ ഡി എഫ് എന്നല്ല പറയാം, ഡോ എഫ് എന്നാണ് അല്ലേ. ഡോ എഫ് ബൈ ഡോ എക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞേക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് പറയാൻ പറ്റുമോ? എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1 കിട്ടും, ശരിയാണ്. എഫിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, കറക്റ്റ്. എക്സ് പ്ലസ് എനി കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, കറക്റ്റ്. എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണല്ലോ. എക്സ് പ്ലസ് സി പ്ലസ് സം വൈ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണല്ലോ. അപ്പോ എഫ് എക്സിലെ മാത്രം ഫംഗ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എഫ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ എന്താ കിട്ടുക? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എഫിലെ എക്സിന്റെ ടേംസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പറയാം എഫ് എന്ന് പറയുന്നത് എക്സ് ഉണ്ടാവും, കോൺസ്റ്റന്റ് ഉണ്ടാവും. കോൺസ്റ്റന്റ് മാത്രമല്ല, വൈയിലുള്ള എന്ത് ടേം വേണമെങ്കിലും ഉണ്ടാവാം. സം ഫംഗ്ഷൻ ഓഫ് വൈ വന്നാലും ഡെറിവേറ്റീവ് എടുത്താലും 1 തന്നെ വരുള്ളൂ. ഇനി പ്ലസ് ചെയ്യുന്ന എഴുതണമെന്നില്ല. ഈ ഫംഗ്ഷൻ ഓഫ് വൈ എന്നുള്ളതിൽ വേണമെങ്കിൽ കോൺസ്റ്റന്റിനെയും കൂടി നമുക്ക് അങ്ങോട്ട് ഉൾപ്പെടുത്തിയേക്കാം, വൈ സ്ക്വയർന്നോ വൈ ക്യൂബെന്നോ. പക്ഷെ ഇവിടെ ഒരു എക്സ് വരില്ല, കാരണം എക്സിന്റെ ടേം ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ഡെറിവേറ്റീവിൽ കണ്ടേനെ അല്ലേ. ഇവിടെ ഒരു വൈ സ്ക്വയർ എക്സ് എന്നാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് വന്നാനെ? 1 മാത്രമല്ല വരും, 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് വന്നാനെ. അപ്പൊ ആ എക്സിന്റെ ടേം വേറെ ഇല്ല. പക്ഷെ വൈ സ്ക്വയറിനോ വൈ ക്യൂബെന്നോ എന്ത് ടേം വേണമെങ്കിലും ഇവിടെ വൈയുടെ വരാം, എന്നാലും ഡെറിവേറ്റീവ് 1 തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇനി എഫ് എന്നുള്ളത് സപ്പോസ് എഫ് എന്നുള്ളത് ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിലോ, എക്സ് വൈ ഇസഡിലുള്ള ഫംഗ്ഷൻ ആണെങ്കിലോ, ഇതേ കണ്ടീഷൻ എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് 1 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എഫ് കിട്ടോ? എഫില് എക്സ് ഉണ്ടെന്ന് മനസ്സിലാവും അല്ലെ. കോൺസ്റ്റന്റ് ടേം എന്തെങ്കിലും വന്നാലും ഡെറിവേറ്റീവ് 1 തന്നെയാ വരിക. വൈയുടെ ഏത് ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ഡെറിവേറ്റീവ് 1 തന്നെയാ വരിക. ഇനി ഒരു ഇസഡ് ഉണ്ടെങ്കിലോ ഡെറിവേറ്റീവ് 1 തന്നെയല്ലേ വരുള്ളൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ. ഇസഡ് സ്ക്വയർ ഉണ്ടെങ്കിലോ ഇസഡ് ക്യൂബ് ഉണ്ടെങ്കിലോ ഇസഡിന്റെ ഏത് ടേം ഉണ്ടെങ്കിലും ഡെറിവേറ്റീവ് 1 തന്നെയാ വരിക. അപ്പൊ എനിക്ക് എക്സ് എക്സിന്റെ ടേം എക്സ് ആണെന്ന് പറയാം. പിന്നെ വൈന്റെയും ഇസഡിന്റെയും വേറെ എന്തെങ്കിലുമൊക്കെ ടേംസ് വേണമെങ്കിൽ ഉണ്ടാവാം, അതൊന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഈ 3 ഡെറിവേറ്റീവ്സ്, 3 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എഫിലുള്ള എക്സിന്റെ ടേംസ് കിട്ടും, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് വൈയുടെ ടേംസും, മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഇസഡിന്റെ ടേംസ്. എഫ് എക്സിന്റെ വൈൻ്റെ ഇസഡിന്റെ ഫംഗ്ഷൻ ആണ്. എക്സോ വൈയോ ഇസഡോ ഇല്ലാത്ത വേറെ ടേം ഒന്നും അതിനകത്തില്ല, കോൺസ്റ്റന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അപ് ടു എ കോൺസ്റ്റന്റ് എക്സും വൈയും ഇസഡിലുള്ള ടേംസ് എല്ലാം നമുക്ക് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേമും കൂടെ വരാം, അത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അത് നമുക്ക് ഏത് നമ്പർ ആണെങ്കിലും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പൊ അപ് ടു എ കോൺസ്റ്റന്റ് ബാക്കി എക്സിലും വൈയിലും ഉള്ള വേരിയബിൾ ടേംസ് മുഴുവൻ നമുക്ക് ഈ ഇന്റഗ്രേഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഒരു പ്രോബ്ലം നോക്കൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം തന്നെ എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. സെയിം നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ ഒരു പ്രോബ്ലം ഇതാണ്. എഫ് ഇസ് ഈക്വൽ ടു 2xi പ്ലസ് 3yj പ്ലസ് 4zk. ഈ ഫംഗ്ഷൻ ചോദ്യം ഇങ്ങനെയായിരിക്കും: ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഇസ് കൺസർവേറ്റീവ്, ചെക്ക് വെദർ
the force field is conservative or not. If so, find the potential function. Okay. ഇപ്പോൾ ഞാൻ ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എമ്മും എന്നും പി ഒ ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുത്തിട്ട് കമ്പോണൻറ്റ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എന്ത് കിട്ടി? ക്യാപിറ്റൽ എഫ് എസ് കൺസർവേറ്റീവ് എന്ന് കിട്ടിയായിരുന്നു. കൺസർവേറ്റീവ് ആണെന്ന് കിട്ടിയായിരുന്നു. ഞാൻ രണ്ടാമത് എഴുതുന്നില്ല. എല്ലാ ഡെറിവേറ്റീവ്സും എം എഴുതിയാലും എന്നിൻ്റെയും പിൻ്റെയും എല്ലാ ഡെറിവേറ്റീവ്സും നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? 0 ആണെന്ന് കിട്ടി അല്ലേ? എം ഇസെഡ് 0 ആയിരുന്നു, എൻ എക്സ് 0 ആയിരുന്നു, എൻ ഇസെഡ് 0 ആയിരുന്നു, പി എക്സ് 0 ആയിരുന്നു, പി വൈ 0 ആയിരുന്നു. കമ്പോണൻറ്റ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തായിരുന്നു അല്ലെ? കമ്പോണൻറ്റ് ടെസ്റ്റ് നമ്മൾ നോക്കി കൺസർവേറ്റീവ് ആണെന്ന് കിട്ടി. ഇഫ് എഫ് ഇസ് കൺസർവേറ്റീവ് then we can write then therefore capital F is equal to gradient of a scalar function. അതായത് എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ. എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഇവിടെ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാപിറ്റൽ എഫ് ഹിയർ? 2xi plus 3yj plus 4zk. Your capital F is equal to gradient field of dou f by dou x I plus dou f by dou y j plus dou f by dou z k. ഇത് നമുക്കറിയില്ല അല്ലേ? ഈ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ എഫ്. ഈ സ്മോൾ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ഈ 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതാം. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 2x. ഓക്കെ. ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 3y ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു 4z. ഇനി ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണോ? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എന്നാണ് ഞാൻ എഴുതിയിരിക്കണേ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. യു വിൽ ഗെറ്റ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് കിട്ടും അല്ലെ? എഫ് മുഴുവനായിട്ടൊന്നും കിട്ടത്തില്ല. എഫിലുള്ള എക്സിന്റെ ടേംസ് മാത്രമാണ് കേട്ടോ കിട്ടുക. സോ എഫ് ഇസ് ഈക്വൽ ടു, യു ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 2xന്റെ ഇൻ്റഗ്രൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എന്ത് വേണമെങ്കിലും വരാം അല്ലേ? പ്ലസ് സം ജി ഓഫ് അല്ലെങ്കിൽ G1 ഓഫ് വൈ ആൻഡ് ഇസെഡ് മേക്കാം. അപ്പൊ നമുക്ക് എക്സിന്റെ ടേം ആയിട്ട് എഫില് എക്സ് സ്ക്വയർ ആണ് ഉള്ളതെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കാണ്. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് വായിച്ചേക്കട്ടെ. ഇൻ്റഗ്രേറ്റിംഗ് 1 മാത്രമല്ല 1, 2 and 3 with respect to x, y and z respectively. So I am going to integrate the second equation. വേറൊരു കളറിലായിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ എന്താ പറഞ്ഞേക്കണേ? ഇൻ്റഗ്രൽ ഡോ എഫ് ബൈ ഡോ വൈ ആണ് പറഞ്ഞേക്കണേ. ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 3y. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ എഫ് എന്ത് കിട്ടും? 3yയുടെ ഇൻ്റഗ്രൽ 3 ഇൻറ്റു ഇൻ്റഗ്രൽ എന്തോരും? വൈൻ്റെ ഇൻ്റഗ്രൽ y സ്ക്വയർ ബൈ 2 പ്ലസ് some function of some G2 function of x and z may come here. എഫിലുള്ള വൈൻ്റെ ടേം മാത്രം നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, അതായത് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 4z, അതെടുക്കാം. ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 4z. നൗ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അപ്പൊ എന്ത് കിട്ടും? എഫിലുള്ള ഇസഡിന്റെ ടേംസ് കിട്ടും. 4 ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ് വേണമെങ്കിൽ ഉണ്ടാവാം. 4 ഉം 2 കൂടെ ഡിവൈഡ് ചെയ്ത് 2 കിട്ടി.
അപ്പോൾ ഇതിൽ എക്സിൻ്റെ ടേമും വൈൻ്റെ ടേമും ഇസഡിൻ്റെ ടേമും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫ് എന്തായിരിക്കും? നിങ്ങളൊന്നും കൂടി ഒന്ന് ആലോചിച്ച് പറഞ്ഞോ. അതായത് എഫിൽ എന്തൊക്കെ ഉണ്ടാവാം? എഫിൽ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട്, എഫിൽ എക്സ് സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട്, എക്സ് സ്ക്വയർ എന്നുള്ളൊരു ടേം ഉണ്ട്. പിന്നെ വൈൻ്റെ ഇസഡിൻ്റെയും ടേം ഇറങ്ങി ഉണ്ടാവാം, പക്ഷെ എക്സിൻ്റെ വേറെ ടേം ഇല്ല. ഓക്കെ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയാണ് എഫിൽ 3y²/2 ഉണ്ട്. പിന്നെ എക്സിന്റെ ഇസഡിന്റെ ടേം വേണമെങ്കിൽ ഉണ്ടാവാം. എക്സിന്റെ ടേം എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ എന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3y²/2 കൂടി ഉണ്ട്, പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. പിന്നെ ഇനി വേറെ എക്സിന്റെ ടേം ഇല്ല, വേറെ വൈയുടെ ടേമും ഇല്ല, വേറൊരു ഇസഡിന്റെ ടേം മാത്രം വരാം. ആ ഇസഡിന്റെ ടേം മൂന്നാമത്തെ ഇക്വേഷനിൽ പറയുന്നുണ്ട്, അത് 2z² ആണെന്ന്. വേറെ പിന്നെ ഉണ്ടാവുന്ന വൈയുടെ ഇസഡിന്റെ ടേം ആണ്. ഇസഡിന്റെ വൈൻ്റെയും, അയ്യോ ഞാനിവിടെ എഴുതി തെറ്റിപ്പോയിട്ടോ, വൈൻ്റെയും എക്സിന്റെ ടേം ആണ്, ഇസഡിന്റെ ടേം വേറെ ഇല്ല. അപ്പോൾ എക്സിന്റെ ടേം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, വൈൻ്റെ ടേം എന്ന് പറഞ്ഞാൽ 3/2y² ആണ്. അത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇസഡിന്റെ ടേം 2z² ആണ്. വേറെ എക്സിന്റെ ടേമും ഇല്ല, വേറെ വൈൻ്റെ ടേമും ഇല്ല, ഇസഡിന്റെ ടേമും ഇല്ല. പിന്നെ വേറെ എന്തുണ്ടാവാം? വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവാം, നമ്പർ ഉണ്ടാവാം. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഫ് കിട്ടി. മനസ്സിലായോ? ദിസ് ഈസ് യുവർ സ്കെയിലാർ ഫംഗ്ഷൻ സ്മോൾ എഫ്. എളുപ്പമല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള വേറൊരു പ്രോബ്ലം നോക്കാം. ക്യാപിറ്റൽ എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എഫ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് എഴുതാം? നമുക്ക് എമ്മും എന്നും പി ഒക്കെ എഴുതാം. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ. സോ ഹിയർ what is capital M? M is e raised to x cos y plus yz. N is xz minus e raised to x sin y. And P is xy plus z. First we have to show that capital F is conservative. അപ്പോൾ capital F conservative ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യാനായിട്ട് you have component test. component testന് വേണ്ടിയിട്ട് എമ്മിനെ നമ്മൾ വൈ കൊണ്ടും ഇസഡ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിനെ എക്സ് കൊണ്ടും ഇസഡ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പിനെ എക്സ് കൊണ്ടും വൈ കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എമ്മിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? e raised to x is a constant. Derivative of cos y is minus sin y. Okay, plus yz in the derivative z. Okay, in a dou m by dou z with respect to z integrate differentiate ചെയ്താൽ first term in the derivative 0 plus y വരും. n-നെ എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്? n-നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ഇസഡ്, അടുത്ത ടേമിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ e raised to x and e raised to x തന്നെ, sin y is a constant. This with respect to z ചെയ്താൽ x, അടുത്ത ടേമിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. p ന്റെ ഡെറിവേറ്റീവ് with respect to x y, p ന്റെ ഡെറിവേറ്റീവ് with respect to y x. Okay, now we check whether എമ്മിന്റെ ഡെറിവേറ്റീവ്, എമ്മും എന്നും കൂടെ എടുക്കുകയാണെങ്കിൽ എമ്മിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും എന്നിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും ഏതൊക്കെയാണത്? എമ്മിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, എന്നിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ടും ഒന്ന് തന്നെയാണോ? e raised to minus x sin y plus z. e raised to x sin y കറക്റ്റ് ആണല്ലേ? മൈനസ് e raised to x sin y plus z സെയിം ആണ്, കറക്റ്റ്. ഇനി രണ്ടാമത്തത് എമ്മും പിയും കൂടി എടുക്കുവാണെങ്കിൽ എമ്മിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡും പിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും സെയിം ആണോ? എമ്മിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഇസ് വൈ, പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് അഗെയിൻ വൈ, സോ ദേ ആർ ദ സെയിം. സോ യു ക്യാൻ റൈറ്റ് these are equal. അടുത്തത് എന്നും പിയും എടുക്കുകയാണെങ്കിൽ എന്നിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്
and p derivative with respect to y same ആണോ? ബാക്കിയുള്ള രണ്ടും x ആണ്, same ആണ്. So these are the same. എല്ലാം so component test പറയുന്നതനുസരിച്ചിട്ട് therefore capital F is conservative. If capital F is conservative, then capital F is the gradient of small f. ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതണം കേട്ടോ. For some scalar function small f, where this small f is known as the potential function for capital F, and we have to find this small f. So what is capital F? Capital F is mi plus nj plus pk. Del f is dou f by dou x plus. അപ്പോൾ നമുക്ക് mi plus nj plus pk എന്ന് പറയുന്നത് വരെ ഇവിടെ എന്താണെന്ന് എഴുതിയാലും മതി അല്ലേ? എന്താണ് ഇവിടെ m എന്നും? What is capital F? Capital F is here it is. This is our capital F. That is equal to del f dou f by dou x I plus dou f by dou y j plus dou f by dou z k. That means you get മൂന്ന് equations കിട്ടണ്ടല്ലേ? ഒരെണ്ണം dou f by dou x is equal to ആദ്യത്തെ I component e raised to x cos y. It's missing here. Cos y plus yz. അടുത്തത് dou f by dou y is equal to xz minus e raised to x sin y. പിന്നെ dou f by dou z is equal to xy plus z. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ dou f by dou x dx with respect to x ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. Right hand side e raised to x cos y plus yz നെ integrate with respect to x. Then you will get f is equal to right hand side ല് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പോയിക്കോളെ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞു. പോയിക്കോളൂ. ഓക്കെ. cos y e raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെയാണ്. പ്ലസ് yz ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ xyz പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y ആൻഡ് z മേക്കാം. ഓക്കെ. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്താൽ you will get integral xz minus e raised to x sin y integrated with respect to y. Then you will get f is equal to xz in the integral with respect to y is xyz minus അടുത്ത ടേമിൽ e raised to x can be taken outside sin y ന്റെ integral plus minus cos y, so minus plus I cos y plus some function of x and z may come. And from the third equation, if you integrate the third equation with respect to z, that you have to integrate xy plus z with respect to z, then you will get f is equal to integral of xy with respect to z is xyz plus the integral of z is z square by 2 plus some function of x and y make up. So ഇത് മൂന്നും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുക. എഫില് എന്തൊക്കെ ടേംസ് ആണ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും ഉള്ളതെന്ന് വെച്ചാൽ e raised to x cos y ഉണ്ട്. ഓക്കെ.
ഉണ്ട്, XYZ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ടേംസ് ആണ് എക്സിന്റെ ആയിട്ടുള്ളൂ. എക്സിന്റെ വേറെ ടേം ഒന്നുമില്ല. പിന്നെ വൈന്റെ വേറെ ടേം വേണമെങ്കിൽ ഉണ്ടാവാം, ഇസഡിന്റെ വേറെ ടേം ഉണ്ടാവാം. വൈന്റെ ടേം ഒന്ന് ആലോചിച്ച് നോക്കും. വൈന്റെ ടേം ആയിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, XYZ, അത് ഓൾറെഡി എഴുതി കഴിഞ്ഞു. e⁻x cos y, അതും ഓൾറെഡി എഴുതി കഴിഞ്ഞു, ആ ടേം ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞു. പിന്നെ വേറെ വൈൻ്റെ ടേം ഒന്നുമില്ല. പിന്നെ ഇസഡിന്റെ എക്സിന്റെ വേറെ ടേം ഇല്ല, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന്. പിന്നെ ഇസഡിന്റെ ടേം മാത്രമാണ് വേറെ വരാവുന്നത് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന്. XYZ, അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, ആ ടേം ഉണ്ട് എന്നുള്ളത്. പിന്നെ Z²/2, ആ ടേമും കൂടെയാണ് ഇസഡിന്റെ ടേം, Z²/2. ഈ 3 ടേംസ് ആണ് ഉള്ളത്. കാരണം ഈ ആദ്യത്തെ 2 ടേംസും ആക്ച്വലി എക്സിന്റെ വൈന്റെ ടേം ആയതുകൊണ്ട് ആദ്യത്തെ ടേം അത് ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും ഉണ്ടാവും, രണ്ടാമത്തെ ഇക്വേഷനിലും അത് പറയണ്ട, കാരണം അത് എക്സിലും വൈയിലുള്ള ടേം ആണ്. അപ്പൊ എക്സിന്റെ ടേം ആയിട്ടും ഉള്ളതിലും കൗണ്ട് ചെയ്തിട്ടുണ്ട്, വൈയുടെ ടേം കൗണ്ട് ചെയ്തപ്പോഴും അത് കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ടേം 3 കൗണ്ട് ചെയ്തിട്ടുണ്ട്, എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും ടേം ആണ്. മൂന്നാമത്തെ ടേം ഇസഡിന്റെ ടേം മാത്രമാണ്, അപ്പൊ അത് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടും. പിന്നെ വേറെ എക്സിന്റെ വൈന്റെ ഇസഡിന്റെ ടേംസ് ഒന്നുമില്ല. പിന്നെ വേറെ വരാവുന്നത് ഒരു കോൺസ്റ്റന്റ് വരാം, കെ എന്നോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സി എന്നോ എഴുതാം. സോ ദിസ് ഈസ് അവർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്മോൾ എഫ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതാണ്. ഒരു വർക്ക് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് path independent if and only if the force field is conservative. If the force field is denoted by capital F is equal to mi plus nj plus pk, that is conservative. And this is true if and only if, by fundamental theorem of line integrals, a force field is conservative if and only if that force is a gradient field of some scalar function, where this scalar function small f is known as the potential function for capital F. It is known as the potential function for capital F, the force field capital F. It's okay. Then if this is true, if and only if this is true, if and only if capital F in the components equate ചെയ്താൽ you will get capital M, the x component of capital F is equal to dou f by dou x, the x component of del f, n is equal to dou f by dou y, and p is equal to dou f by dou z. Okay, this is true if and only if the component test dou m by dou y is same as dou m by dou x. അങ്ങനെ നമ്മൾ കമ്പോണന്റ് ടെസ്റ്റ് പഠിച്ചു. ഇനി ഇതിനോട് ഇക്വലന്റ് ആയിട്ട് ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള മാത്സിന്റെ വേറൊരു ഏരിയ ആണ് അല്ലെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവ്സിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഉണ്ട്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഉണ്ട്. ഒരു ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവിടുത്തെ ഫംഗ്ഷൻ അൺനോൺ ആയിരിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ല. y എന്നാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ y എന്താണെന്ന് അറിയില്ല, പക്ഷെ yന്റെ ഡെറിവേറ്റീവ്സിനെ പറ്റി അറിയാം. So differential equation will give some relationship between the derivatives of the function and the original function will be the unknown in that case. So solving a differential equation means using the conditions on the derivatives. You will find ആ conditions ഒക്കെ വെച്ചിട്ട് ആ relationships ഒക്കെ വെച്ചിട്ട് നമ്മൾ function എന്താന്ന്
ഡിറൈവ് ചെയ്തെടുക്കുന്നതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയാം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ dy/dx is equal to something എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ഡെറിവേറ്റീവ് അറിയാം. അപ്പോൾ y എന്താണ് നമ്മൾ യൂഷ്വലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ ഡെറിവേറ്റീവ്സ് അപ്പോൾ ഇപ്പോൾ ഇത് കിട്ടി k എന്നാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം y എന്ന് പറഞ്ഞാൽ സം kx പ്ലസ് സംതിങ് ആണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതല്ല വേറെ ഫോമിലാണ് വരണമെങ്കിൽ dy/dx ഈക്വൽ ടു സം ky എന്നൊക്കെയാണ് വരണമെങ്കിൽ എന്താ y എന്ന് കണ്ടുപിടിക്കണം. സോ അങ്ങനത്തെ ഇക്വേഷൻസിനാണ് എന്താ പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയാം. ഇപ്പം ഡിഫറൻഷ്യൽ അത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇഫ് ദ നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ ഇസ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ ബി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലായിക്കോട്ടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലായിക്കോട്ടെ ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം. Of differential form is an expression of the form some dx dy dz അങ്ങനത്തെ ടേംസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയാം. സോ ജനറലി a differential form say m dx plus n dy plus p dz, this is a differential form in 3 variables x, y and z. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഫോം എക്സാക്റ്റ് എന്ന് പറയണമെങ്കിൽ, ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽസ് ഒന്നുമല്ല, ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഒരു കൺസെപ്റ്റ് പറയാണ്. ആൻഡ് ദാറ്റ് കൺസെപ്റ്റ് ഹാസ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസെപ്റ്റ് വി ആർ ഡിസ്കസിങ് പ്രസൻ്റ്ലി. നമ്മൾ പറയുന്ന പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്നും കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്നൊക്കെ പറയുന്നതുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. ഒരു ഡിഫറൻഷ്യൽ ഫോം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് എന്നുള്ള ഡിഫറൻഷ്യൽ ഫോം ഇസ് സെറ്റ് ടു ബി എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം. എക്സാക്ട് എന്ന് പറയണമെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഫോം ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഫങ്ഷൻ കിട്ടും. അതായത് വേറൊന്നുമല്ല, ഇത് ഡെറിവേറ്റീവ് ഓഫ് സം ഫങ്ഷൻ ആണെങ്കിൽ, ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഡിഫറൻഷ്യൽ ഫോം എങ്കിൽ വി സേ ദാറ്റ് ദിസ് ഡിഫറൻഷ്യൽ ഫോം ഇസ് എക്സാക്ട്. മനസ്സിലായോ പറഞ്ഞത്? ഡിഫറൻഷ്യൽ ഫോം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് is said to be exact or exact differential form എന്ന് പറയണമെങ്കിൽ if this differential form is the total derivative of some function, this is equal to derivative of some function ആണെങ്കിൽ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഫോമിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയും. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഫോം എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു if this is true, okay, if this is true, ഇത് ട്രൂ ആവണമെങ്കിൽ, ദാറ്റ് ഇസ് if ഇത് ട്രൂ ആവണമെങ്കിൽ എന്ത് വേണം? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് എന്ന് പറയുന്നത് df, if f is a function of 3 variables x, y and z, derivative of f is nothing but derivative of f with respect to x into derivative of x, derivative of f with respect to y into derivative of y plus dou f by dou z into dz. അതായത് ഇത് ഈക്വൽ ആവണം, ഇങ്ങനെ ആവണം. ഇത് ഈക്വൽ ആവണമെങ്കിൽ ദാറ്റ് ഇസ് if m എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആവണം, n എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ആവണം, p എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ ഇസഡ് ആവണം. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയ കണ്ടീഷൻ. കണ്ടോ? അതായത് രണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്, രണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്
നമ്മൾ എന്തിലാണ് ഫിസിക്സിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇൻ വെക്റ്റർ ഫീൽഡ്സിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. ലൈൻ ഇൻ്റഗ്രൽസ്, ഇൻ്റഗ്രേഷൻ ഓവർ എ കർവ് ഇൻ സ്പേസിൽ വരുന്ന ഒരു കൺസെപ്റ്റ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഫോം. പക്ഷേ ഈ കണ്ടീഷൻസ് കിട്ടിയത് രണ്ടും സെയിം ആണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഫോം എക്സാക്റ്റ് എന്ന് പറയുന്നതും നമ്മുടെ വെക്റ്റർ ഫീൽഡ്സിലെ ഇൻ്റഗ്രേഷനിൽ എം ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കൺസർവേറ്റീവ് എന്ന് പറയുന്നതും ഫോഴ്സ് എന്ന് പറയുന്നതും ഇക്വലൻ്റ് ആണ്. ഈ ഡിഫറൻഷ്യൽ ഫോം എക്സാക്റ്റ് ആണെങ്കിൽ ഈ ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണ്, ഈ ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഫോം എക്സാക്റ്റ് ആണ്. കണ്ടീഷൻസ് രണ്ടും സെയിം തന്നെയാണ്. രണ്ട് എൻ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണെങ്കിലും ബട്ട് ദ കണ്ടീഷൻസ് ആർ ദ സെയിം. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യം, അതായത് ദിസ് ഇസ് ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ യു ക്യാൻ റൈറ്റ് അഞ്ചാമത്തെ equivalently the differential form m dx plus n dy plus p dz is exact differential form. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, എക്സാക്ട് ഡിഫറൻസ്. ഇനി ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ, രണ്ട് കേസിലും ഈ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു എളുപ്പമുണ്ട്. എന്താണ്? ഇഫ് ദിസ് ഫോഴ്സ് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ്, ഈ രണ്ട് കേസ് ആണെങ്കിലും ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ദിസ് ഇസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഒരു സെക്കൻഡ്, എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. എനിക്കറിഞ്ഞൂടാ, ചില അപ്പുറത്തോട്ട് അല്ലേ. നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് ഫീൽഡ് ഓഫ് സം സ്കെയിലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ സാധനം ദിസ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സം സ്കെയിലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, 3 വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ദിസ് ഇസ് ട്രൂ നമ്മൾ പറഞ്ഞു ഈ ഇൻ്റഗ്രൽ വർക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡെൽ എഫ് ആണ്. ഡെൽ എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോഴത്തേക്കും ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ, ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് ഡി ഇസെഡ്. ഇതിനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡി ആർ എടുക്കുമ്പോൾ വിച്ച് ഇസ് ഡി എക്സ് ഐ പ്ലസ്, ഞാൻ എഴുതിയത് തെറ്റിപ്പോയല്ലേ, del f ആണ് എഴുതാൻ വന്നത്. del f is this with dot product with this dxi plus dyj plus dzk dot product എടുക്കുമ്പോൾ you will get integral over c dou f by dou x dx plus dou f by dou y dy plus dou f by dou z dz, and this is nothing but derivative of f, and integral of derivative of f, this you will get f itself. So when you integrate this over a curve C, if this is over a curve C, if this curve C is closed you will get 0, or if you have a curve C with from some point A to some other point B or P to Q ആണെങ്കിൽ, okay, if C is a curve from P to Q, what is P and Q? Where C is a curve from
curve from the point P to another point Q. Then this integral, value of the integral will be the value of f evaluated within this limit, that is f of Q minus f of P ആണെന്ന് പറയും, അല്ലെങ്കിൽ f of B minus f of A ആണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഈ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോമിലും. ഇഫ് ദിസ് ഇസ് ഈക്വൽ ടു df, when you integrate this m dx plus n dy plus p dz, okay, this is integral of df because this differential form is equal to derivative of f, so you will get f itself. So if you are integrating this over a curve C, it doesn't depend on the curve C, it depends only on the endpoints of the curve C, where this is same as f of q minus f of p, f of q minus f of p, where p and q are where C is a curve from P to Q. C is a curve from P to Q. ഇതാണ് starting point, and this is the end point of C. Okay, so in both the cases you can write these are all equivalent, these following statements are all equivalent, and you can write in this case, in both the cases you can write sixth one ആയിട്ട് നമുക്ക് എഴുതാം, integral of what m dx plus n dy plus p dz ആണെങ്കിലും അതെ, integral of f dot dr ആണെങ്കിലും അതെ, രണ്ടും over a curve C is equal to integral of df, which is nothing but f within the limits p to q, where, or you can write a and b, or p to q, and pq എന്നാണ് എഴുതിയത്, from p to q, this is equal to f of q minus f of p, where curve C, where C is a curve from P to Q. So using these conditions we can ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇക്വലൻ്റ്ലി നിങ്ങളുടെ അടുത്ത് ഒരു ഡിഫറൻഷ്യൽ ഫോം തന്നിട്ട് എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും എന്ത് തന്നെയാണ്, സെയിം കണ്ടീഷൻസ് ആണ്, കമ്പോണൻറ്റ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഇക്വലൻ്റ് ആണ് ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഫോമിൻ്റെ അകത്തുനിന്ന് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഫോം ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയാ, നിങ്ങളോട് ഫൈൻഡ് function f such that derivative of f is equal to the differential form m dx plus n dy plus p dz എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് വരിക. അതുപോലെ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നല്ല മനസ്സിലാവുള്ളൂ. ഒരു എക്സാമ്പിൾ, ഷോ ദാറ്റ് 2xyz dx plus x square z dy plus x square y dz. Show that this is exact differential form ആണ്, and evaluate the integral. Integral points ആണ് തന്നിരിക്കുന്നത് 1 1 1 to -1 2 2. The same thing, 2xyz dx plus x square z dy plus x square y dz. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒരു എമ്മും അല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് എക്സാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ യു ക്യാൻ റൈറ്റ് വാട്ട് ഇസ് എം. എം ഇസ് 2xyz, n is x square z, what is p is x square y. To prove അല്ലെങ്കിൽ to check whether m dx plus n dy plus p dz is exact, so first we write the component test. Component test നമ്മൾ എന്താ ചെയ്യണേ, എമ്മിനെ y കൊണ്ടും z കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണു, എന്നിനെ ആണെങ്കിൽ x കൊണ്ടും z കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ, പിനെ x കൊണ്ടും y കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും. y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2xz, z കൊണ്ട് 2xy,
x കൊണ്ട് 2x z, z കൊണ്ട് x square, p ന് x കൊണ്ട് 2xy, y കൊണ്ട് x square, and you can see that dou m by dou m ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y യും n ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ഉം സെയിം ആണ് അല്ലേ. പിന്നെ m ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z ഉം p ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ഉം സെയിം ആണ്. n ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z ഉം p ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ഉം സെയിം ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ്. എന്തെന്ന് എഴുതാം? ഡോ എം ബൈ ഡോ വൈ, എമ്മും എന്നും എടുക്കുക, എന്നിട്ട് ഒരെണ്ണത്തിന് എക്സ് കൊണ്ടും വൈ കൊണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈക്വൽ ആണ്. ഇനി എമ്മും പിയും എടുക്കുക, എമ്മിനെ ഇസഡ് കൊണ്ടും പിനെ എക്സ് കൊണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെയിം ആണ്. ഇനി എന്നും പിയും എടുക്കുക, എന്നിനെ ഇസഡ് കൊണ്ടും പിനെ വൈ കൊണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെയിം ആണ്. Therefore ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് എന്നല്ല ഇവിടെ എഴുതണ്ടേ. Therefore എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് ഇസ് എക്സാക്റ്റ് എന്ന് എഴുതണം. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എന്ത് എഴുതി? എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ ഇസ് കൺസർവേറ്റീവ് എന്ന് എഴുതി. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് കൺസർവേറ്റീവ് എന്ന് എഴുതി. അതിന് വരെ ഇവിടെ നമ്മൾ ദിസ് ഡിഫറൻഷ്യൽ ഫോം ഇസ് എക്സാക്റ്റ് എന്ന് എഴുതി. ഈ ഡിഫറൻഷ്യൽ ഫോം എക്സാക്റ്റ് ആവണമെങ്കിൽ ഡെഫിനിഷൻ തന്നെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഫോമിന്റെ ഡെഫിനിഷൻ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു സം ഡെറിവേറ്റീവ് ഓഫ് സം 3 വേരിയബിൾ ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് f for some f of x, y, z. ഓക്കെ, ഈ എഫ് ഇവിടെ കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ കണ്ടുപിടിച്ചതുപോലെ ഇവിടെ നമ്മൾ ഈ എഫ് കണ്ടുപിടിക്കണം. Now we find this f. We find this function f. ഓക്കെ, എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് എഴുതാണ്. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഡി എഫ്, മീൻസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡി ഇസഡ്. What does that means? If and only if dou f by dou x is equal to m, dou f by dou y is equal to n, dou f by dou z is equal to p. What is m here? M is 2xyz. M is equal to 2xyz. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2xyzനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ n എന്താണ്? n എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇസഡ് ആണ്. എക്സ് സ്ക്വയർ ഇസഡ്. പി എന്താണ്? എക്സ് സ്ക്വയർ വൈ ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ ഇസഡിൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ, ദിസ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ വൈ വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എഫ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ 2 എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 വൈ ഇസഡ് ടേക്കൻ ഔട്ട് സൈഡ്, കോൺസ്റ്റൻ്റ് ആണ്, വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. 2y z constant, 2y z taken outside, x in the integral x square by 2. Okay, plus plus some function vara, that is x square y z, 2 cut edalaya, x square y z plus a function of y and z may come. Second integrate edal you will get f is equal to is x square constant and z is constant taken outside, integral of dy is y plus some function of x and z may come. If you integrate this, f is equal to x square constant y constant taken outside z, integral is dz is z plus some function of x and y may come. ഇത് മൂന്നും കൂടി ഒന്ന്
കൺസോളിഡേറ്റ് ചെയ്താൽ യുവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് അതിൽ എക്സ് സ്ക്വയർ വൈ ഇസഡ് എന്നുള്ളൊരു ടേം ഉണ്ട്, വേറെ ഒരു ടേമും ഇല്ല എന്ന് കാണാം. നോക്കിയാൽ 3 ഇക്വേഷനിലും കൂടെ നോക്കിയാൽ അറിയാം. എക്സിന്റെ ടേം ആയിട്ട് ആകെ ഈ ടേമേ ഉള്ളൂ, വൈൻ്റെ ഇസഡിൻ്റെ ആയിട്ട് വേറെ ടേം ഉണ്ടാവാം എന്ന് പറയണമെങ്കിലും വേറെ ടേം ഒന്നും സെക്കൻഡ് ഇക്വേഷനിലും ഇല്ല, തേർഡ് ഇക്വേഷനിലും ഇല്ല. അപ്പോൾ എക്സിന്റെ ടേം ഇതേ ഉള്ളൂ, വൈൻ്റെ ടേം ഇതേ ഉള്ളൂ, കോൺസ്റ്റന്റ് ടേം ഇതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ എഫ്. ഈ എഫ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞു, എക്സ് സ്ക്വയർ വൈ ഇസഡ് ആണ് കിട്ടിക്കഴിഞ്ഞു. എന്താ ചോദ്യം നമുക്ക് ഒരു ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കാം? ആ എഫിനെ ഉപയോഗിക്കാം. ഞാൻ ഇതിനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ലൈൻ ഇന്റഗ്രൽ ടു ബി ഇവാലുവേറ്റഡ്. ഞാനിതൊന്ന് കോപ്പി ചെയ്തു, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാണ്. This is equal to, we have proved this where is this? This differential form is equal to df എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? So this is equal to integral of df അല്ലേ? So this is equal to f within the limits 1 1 1 to 1 1 1 to minus 1 2 2. So this is equal to f within the limits 1 1 1 to minus 1 2 2. So you will get f of minus 1 f of f എന്താന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. What is f? F is x square y z plus k. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണ് എഴുതാൻ പോണത്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വൈ സെഡ് എഴുതാൻ മതി, കെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 1 1 to minus 1 2 2. കാരണം ആ കെ എന്നുള്ളതിൽ രണ്ട് എൻ പോയിന്റിലും സ്റ്റാർട്ടിംഗ് പോയിന്റിലും കെ അങ്ങനെ കെ തന്നെയായിട്ട് നിൽക്കും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ആ കെ എഴുതണമെന്നില്ല, ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ വൈ സെഡ് ഇവാലുവേറ്റഡ് അറ്റ് minus 1 2 എന്ത് വരും? minus 1 square into 2 into 2 minus starting point evaluate ചെയ്താൽ 1 square into 1 into 1, then you will get 1 into 2 into 2 4 minus 1 into 1 into 1 1, that is 3. 3 is the value of this integral. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഫോം ആണെന്ന് ചെക്ക് ചെയ്തിട്ട് ഫംഗ്ഷൻ എഫ് കണ്ടുപിടിച്ചിട്ട് ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. ചില സമയത്ത് നമുക്ക് ഇത്രയും ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് വലിയ എഫോർട്ട് ഈ പറഞ്ഞ 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. ചില പ്രോബ്ലംസിലൊക്കെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ മാർക്ക് എത്രയുണ്ടെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും വലുതായിട്ട് ഇങ്ങനെ എഴുതി ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് വിചാരിക്കും. ഫൈൻഡ് ഒരു ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഇത് ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ ആണോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളിത് നോക്കിയിട്ട് ആൻസർ എഴുതുമ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് ഈ സാധനത്തിന് നിങ്ങൾക്ക് ഡി എഫ് എന്ന് എഴുതാൻ പറ്റുമോ, ഡെറിവേറ്റീവ് ഓഫ് സംതിങ് എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡോ എഫ് ബൈ ഡോ എക്സ് ആയിട്ട് 2x വരികയാണ്, ഡോ എഫ് ബൈ ഡോ വൈ ആയിട്ട് 2y, ഡോ എഫ് ബൈ ഡോ ഇസെഡ് ആയിട്ട് 2z. തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇതാണ്. 2x dx പ്ലസ് 2y dy പ്ലസ് 2z dz എന്ന് പറയുന്നത് ഏതോ ഒരു ഫംഗ്ഷന്റെ ഡോ എഫ് ബൈ ഡോ എക്സ് ഡി എക്സ് അങ്ങനെ തോന്നുന്നുണ്ടോന്ന്. ഇത് ഡി എഫ് ആണെന്ന്, അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് ഡി ഇസെഡ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് ഈക്വൽ ആവണമെങ്കിൽ വാട്ട് ഇസ് എഫ്? ചുമ്മാ ഇൻറ്റഗ്രേറ്റ്, മനസ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പറഞ്ഞു 2x ആണ് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ
എന്തായിരിക്കും? എക്സ് സ്ക്വയർ അല്ലേ? എഫിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ എന്നുള്ളൊരു ടേം ഉണ്ടാവും, എക്സിൻ്റെ ടേം. വൈൻ്റെ ടേം വൈ സ്ക്വയർ ആയിരിക്കും. ഇസഡിൻ്റെ ടേം ഇസഡ് സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മീൻസ് ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ 2x കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. പ്ലസ് സം കോൺസ്റ്റന്റ് വേണമെങ്കിൽ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇൻ്റഗ്രൽ 0 ടു ഈ സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കൂടെ കോപ്പി ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു ഈ സാധനം, ഈ ഇൻ്റഗ്രൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? കോപ്പി paste. This is equal to, this is nothing but derivative of f അല്ലേ? ഈ സാധനം എഴുതിയിരിക്കുന്നത് df ആണ്. This is df. So this is equal to integral of df, which is f, from minus 0 0 0 to 0 0 0 to 1 1 1. So f from 0 0 0 to 1 1 1. What is f? X square plus y square plus z square from 0 0 0 to 1 1 1. When you put 1 1 1 for x, y and z, you will get 1 square plus 1 square plus 1 square. You get 3. Minus 0 square plus 0 square plus 0 square. You get 0. You get 3 as the answer. ഇത് ഇങ്ങനെ ഒറ്റ സെന്റൻസിൽ ചെയ്യാം. 2 മാർക്സ് ആണെങ്കിൽ ഇത്രയും മതി. അതേസമയം കൂടുതൽ മാർക്സിന് വരുവാണെങ്കിൽ 5 മാർക്സിനോ അല്ലെങ്കിൽ അതിനൊക്കെ എസ് എ പാർട്ടിൻ്റെ ഒരു പാർട്ടായിട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ചെയ്യാം. ഓക്കെ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഇതുപോലെ ഞാൻ ഒരു 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഫൈൻഡ് വേറൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വർക്ക് ഡൺ. ഫൈൻഡ് ദ വർക്ക് ഡൺ by the force capital F is equal to yzi plus xzj plus xyk along a closed curve C in space. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ഏതെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ പോലെ തോന്നുന്നുണ്ടോ? വേർ എഫ് ഇസ് ഈക്വൽ ടു ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഏത് ഫംഗ്ഷനെയാണ് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സെഡും വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സെഡും ഇസഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈയും കിട്ടി? ഏത് ഫംഗ്ഷൻ ആയിരിക്കും? ചുമ്മാ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുന്നേ. ഡോ എഫ് ബൈ ഡോ എക്സിന് പകരം വൈ സെഡ്, എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എഫ്. ഹലോ, കേൾക്കുന്നില്ലേ? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് മറുപടി പറ. വൈ സെഡിനെ എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ വെരി ഗുഡ്, വെരി ഗുഡ്. എക്സ് വൈ സെഡ്, വൈ സെഡ് എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, അതുകൊണ്ടാണ് എക്സ് വൈ സെഡ്. വെരി ഗുഡ്. എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ ആണത്. ആ ഫംഗ്ഷന്റെ വേണമെങ്കിൽ ഒരു പ്ലസ് സി എന്നും കൂടി എഴുതാം, ബട്ട് അത് ആവശ്യമില്ല നമുക്കിവിടെ. അപ്പോൾ കർവ്സ് അങ്ങനെയാണെങ്കിൽ ദിസ് ഫോഴ്സ് ഫീൽഡ് ഇസ് കൺസർവേറ്റീവ്. ഇഫ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഗ്രേഡിയന്റ് ഓഫ് സം സ്കെയിലർ ഫംഗ്ഷൻ, ദാറ്റ് ക്യാപിറ്റൽ എഫ് ഇസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് വർക്ക് ഇന്റഗ്രൽ. അപ്പൊ നമ്മളോട് ചോദ്യം ഒന്നുകൂടെ നോക്കിക്കോ. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എലോങ് എ ക്ലോസ്ഡ് കർവ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി കർവ്. ആൻഡ് യു നോ ദാറ്റ് ഇസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, അതായത് ഫംഗ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് ദ എൻഡ് പോയിന്റ് മൈനസ് ദ ഫംഗ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് ദ
starting point. So when you evaluate the work over along a closed curve, starting point end point ഒന്നും പറയേണ്ട ആവശ്യമില്ല. It's a closed curve. Starting point is same as the end point. So closed loop property of conservative force fields പറയുന്ന work done by the force by a conservative force along a closed curve is 0. So you can write the answer is 0. So you can write this is equal to del F. Therefore capital F is a conservative force. Capital F is conservative force field. കൺസർവേറ്റീവ് ആണെങ്കിൽ therefore work integral work എന്ന് പറയുന്നത് work done by capital F along a closed curve C is 0. So that is the answer. ഇങ്ങനെ ചില പ്രോബ്ലംസ് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം.